അല്ല, ഞാൻ നേരത്തെ ഒരു ഉമ്മയുടെ കഥ പറഞ്ഞില്ല, മക്കൾ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചു, പക്ഷേ ഇന്ന് മക്കൾ തിരിച്ചു വരുന്നു എന്ന് കേൾക്കുന്നു. ഇതേപോലെ ഇന്ന് തിരിച്ചു വരേണ്ട ഒരാൾ ഈ പറയുന്ന സാലെഹ് ജഫ്രാവിയുടെ അനുജനാണ്. നാജി ജഫ്രാവി 1 വർഷമായി ഇസ്രായേലി തടവറയിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം സാലെഹ് ജഫ്രാവി സ്വന്തം സഹോദരനെ സ്വീകരിക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഇവരുടെ ഉമ്മയുടെ കാര്യം ഒന്ന് ആലോചിക്കുക. ഉമ്മ ഇന്നലെ വരെ ഉണ്ടായി, മെനയാന്ന് വരെ ഉമ്മയുടെ ഇതെന്തായിരിക്കും, മകനെ സ്വീകരിക്കാൻ ആ ആഹ്ലാദത്തിലായിരിക്കും. പക്ഷേ പൊടുന്നതിനൊരു ദിവസം എന്താകുകയാണ്, മകൻ സ്വീകരിക്കപ്പെടുന്ന ദിവസം തന്നെ മറ്റൊരു മകൻ കബറിടത്തിലേക്ക് പോവുകയാണ്. ഇത് ഗസയിൽ നിന്ന് മാത്രം നമുക്ക് കേൾക്കുന്ന എന്താണ് ഞാൻ ആ വാക്ക് ഒരു സർറിയൽ റിയാലിറ്റി എന്ന് പറയാവുന്ന അസാധാരണമായുള്ളതാണ്. യുദ്ധം തുടങ്ങി ഒന്നാം ദിവസം മുതൽ സീസ് ഫയർ ആകുന്നത് വരെയുള്ള എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും 765 ദിവസം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ സീസ് ഫയർ വന്നു, ഗാസ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് കടക്കുന്നു. ആ സന്തോഷത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ധാരാളം അദ്ദേഹം ചെയ്യും. ഒരുപാട് റീലുകൾ അതിൽ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആംബുലൻസ് ഡ്രൈവേഴ്സുമായി ചേർന്ന്, അതേപോലെ അവിടുത്തെ ഫയർ വർക്കേഴ്സുമായിട്ട് ചേർന്നിട്ടുള്ള റീലുകളൊക്കെ ചെയ്ത് കൊടുത്തന്നെ ഒരു രാത്രിയിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറയുന്നു, ഇസ്രായേൽ 6ഓളം പ്രോക്സീസ് ഓക്സിലറി ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കുറേ മിലീഷ്യകൾ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ആരോ ഇങ്ങനെ വെടിവെച്ച് പോകുന്നു എന്നാണ് പറയുന്നത്. ഈ പലസ്തീൻ വോയിസ് ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച 3 ആളുകളിൽ ഏറ്റവും പ്രമുഖനായി ഇത് രേഖപ്പെടുത്താൻ പറ്റും.